देवाय नमो ज्येष्ठाय नमः श्रेष्ठाय नमो रुद्राय नमः कालाय नमः कलविकलाय नमो बलविकलाय नमो जलाय नमो बलप्रहरणाय नमः सर्वभूतदमनाय नमो मनोन्मनाय नमः अघोरेभ्यो घोरेभ्यो घोरघोरतरेभ्यः सर्वेभ्यः सर्वचर्वेभ्यो नमस्ते अस्तु रुद्ररूपेभ्यः तत्पुरुषाय विद्महे महादेवाय धीमहि तन्नो रुद्रः ईशान सर्वविद्यानाम् ईश्वर सर्वभूतानां ब्रह्माधिपतिः ब्रह्मणोऽधिपतिः ഇവിടുത്തെ പേര് പറയായി ഹരഹരോ ഹരഹര ഹരഹരോ ഹരഹര. ഇന്ന് ഈ വരുന്ന ശനി ഞായർ വെള്ളിയാഴ്ച ആരംഭിക്കുന്ന സ്കന്ദപുരാണ നവാഹ യജ്ഞത്തിന്റെ മുന്നോടിയായിട്ടുള്ള വേല് യാത്രയാണ് ഇവിടെ നടക്കുന്നത്. ഈ വേല് പഴനി മുരുകൻ കോവിലിൽ പൂജിച്ച വേലാണ്. അത് കൂടാതെ അത് മരുതമലയിൽ പൂജിച്ചിട്ടുണ്ട്. അങ്ങനെ അനേകം സുബ്രഹ്മണ്യ സ്വാമി വന്നിട്ട് സുബ്രഹ്മണ്യ സ്വാമിയുടെ അമ്പലത്തിൽ പൂജിച്ചിട്ടുണ്ട്. അങ്ങനെ പൂജിച്ചു കൊണ്ടുവന്ന വേലാണ്. അതിൻ്റെ ആഭിമുഖ്യത്തിലാണ് ഈ നവാഹ യജ്ഞം ഇവിടെ നടക്കാൻ പോകുന്നത്. അപ്പം അതിന് മുന്നോടിയായിട്ടാണ് ഈ വേലയാത്ര ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. ഈ വേലയാത്ര ഇവിടെ എത്തുമ്പോൾ ഇവിടെ എത്തിച്ചേർന്ന വേലിനെ നമ്മൾ സ്വീകരിക്കും. മുരുകൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആയുധമാണ് വേല്. അതായത് ലോകത്ത് ഒരു ശക്തിക്കും തോൽപ്പിക്കാൻ പറ്റാത്ത താരകാസുരൻ, ശൂരപത്മൻ തുടങ്ങിയ അസുരന്മാരെ ഭൂമിയിൽ നിന്ന് ഈ ലോകത്തിൽ നിന്ന് അവരുടെ ബുദ്ധിരം ഒഴിവാക്കി കൊടുത്ത മഹാശക്തിമാനായിട്ടുള്ള ദൈവമാണ് സുബ്രഹ്മണ്യ സ്വാമി. അതിന് വേലാണ് ഉപയോഗിച്ചത്. വേലിനെ കുറിച്ച് അനേകം പ്രാധാന്യമുണ്ട്. നമ്മുടെ എല്ലാം എപ്പോഴും രക്ഷയായിട്ട് നിൽക്കുന്ന ആണ് വേല്. ആ വേല് നമുക്ക് ശത്രു നിഗ്രഹത്തിന് വേണ്ടിയിട്ട് നമ്മുടെ നിരന്തരമായി ഉപദ്രവിച്ചുകൊണ്ടിരിക്കുന്ന ശത്രുവിൽ നിന്ന് നമുക്ക് രക്ഷ നേടുന്നതിനും ഒക്കെ ഉള്ള ഒരു ദിവ്യമായിട്ടുള്ള ആയുധമാണത്. ആ വേലുമായിട്ടാണ് സുബ്രഹ്മണ്യ സ്വാമി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ആ വേലും കൊണ്ടാണ് ഇന്നിവിടെ വന്നിരിക്കുന്നത്. ഈ വേലിൻ്റെ സാന്നിധ്യത്തിലാണ് കഴിഞ്ഞ 6 മാസമായിട്ട് നമ്മുടെ ശ്രീമുരുക ഭക്തജന സംഘം എന്ന് പറയുന്ന മുരുക ഭക്തരുടെ കൂട്ടായ്മ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്.
നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ 6 മാസം കൊണ്ട് തന്നെ അതൊരു വലിയ പ്രസ്ഥാനമായിട്ട് മാറിക്കഴിഞ്ഞിരിക്കുന്നു. അതിൻ്റെ ആഭിമുഖ്യത്തിൽ പല യൂണിറ്റുകൾ ആരംഭിച്ചു കഴിഞ്ഞു. മുരുക ഭക്തരുടെ കൂട്ടായ്മ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. സ്കന്ദഷഷ്ടി കവചം പരമാവധി ആളുകളിലേക്ക് എത്തി അതിൻ്റെ ദിവ്യശക്തി കൊണ്ട് എല്ലാ പ്രതിസന്ധിയും അതിജീവിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നതായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞു. ആ ഒരു കാര്യമാണ് അതുമായിട്ട് അതിന് നേതൃത്വം കൊടുക്കുന്ന അല്ലെങ്കിൽ അതിന് മുന്നോടിയായിട്ട് നിന്ന് അതിന് മുമ്പിൽ നിന്ന ഭഗവാൻ സുബ്രഹ്മണ്യ സ്വാമിയുടെ ദിവ്യ ആയുധമായിട്ടുള്ള വേലിനെയാണ് നമ്മളിന്ന് ഇവിടെ ആരാധിക്കാൻ പോകുന്നത്. ഇവിടെ 3 കാര്യങ്ങളാണ് വേലി യാത്രയിൽ വേലിനെ ആരാധിക്കുന്ന സമയത്ത് നമ്മുടെ മുമ്പിലുള്ളത്. ഒന്ന്, ആ വേലിൽ ഒരു പുഷ്പഹാരം അണിയിക്കും, ഒരു മാല ചാർത്തും. അതിന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ഒരാളെന്നില്ല എല്ലാവർക്കും 3 തരത്തിലുള്ള പറകൾ നിറയ്ക്കാനുള്ള സൗകര്യം ഇവിടെ ഉണ്ട്. ആ പറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് നെൽപ്പറയാണ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ സമ്പത്ത് ഉണ്ടാകുന്നതിന് വേണ്ടി, സർവ്വ ഐശ്വര്യം ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ടാണ് നെൽപ്പറ നമ്മൾ നിറയ്ക്കുന്നത്. മറ്റൊന്ന് കുരുമുളക് പറയാണ്. കുരുമുളക് എന്ന് പറഞ്ഞാൽ രോഗം അതുപോലെ തന്നെ മറ്റു തരത്തിലുള്ള ദുരിതങ്ങൾ കൊണ്ടൊക്കെ നമ്മൾ പലതരത്തിലുള്ള തടസ്സങ്ങളെ കൊണ്ട് ഇങ്ങനെ ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുമ്പോൾ അത് ചെയ്യാനാണ് ഈ ചെറുപയർ പറ നമ്മൾ നിറയ്ക്കുന്നത്. മഞ്ഞൾ പറ എന്ന് പറഞ്ഞാൽ വിവാഹം, കുടുംബജീവിതം, ദാമ്പത്യ ജീവിതം ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഉയർച്ച ഉണ്ടാകുന്നതിന് ഒക്കെ വേണ്ടിയിട്ട് ഗുണകരമാണ്. അപ്പോൾ 3 നമുക്കിവിടെ ചെയ്യാനുള്ള സൗകര്യമുണ്ട്. അപ്പോൾ അതിനിപ്പോൾ എല്ലായിടത്തും ചെയ്തൊരു ഫീസ് ഉണ്ടോ? ഒന്നിനും ഒരു ഫീസും ഒന്നും നമ്മൾ വെച്ചിട്ടില്ല. എല്ലാവർക്കും ചെയ്യാനുള്ള സൗകര്യമുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും ദക്ഷിണ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിനൊരു പട്ടുകൂടെ വെച്ചിട്ടുണ്ട്, അതിനകത്ത് ദക്ഷിണ സമർപ്പിക്കാവുന്നതാണ്. പിന്നെ ബാക്കിയെല്ലാം നമുക്ക് ഭഗവാന്റെ വീട്ടിൽ അത് കഴിഞ്ഞ് എല്ലാവർക്കും പ്രസാദം ലഭിക്കും. നമ്മളിവിടെ നിന്നൊരു പവിത്രമായിട്ടുള്ള വെള്ളി വേല് എല്ലാവർക്കും പൂജിച്ച് തരും. അത് നമ്മുടെ വീടുകളിൽ കൊണ്ടുവന്ന് വയ്ക്കുക. നമുക്ക് എപ്പോഴും ഒരു പ്രൊട്ടക്ഷനാണ്. മാത്രമല്ല ഡെയിലി മുരുകനെ ആ വേലുമേൽ പ്രാർത്ഥിക്കുക. അത് ഹരഹരാന്നെങ്കിലും മിനിമം നിലയിൽ പ്രാർത്ഥിക്കുക. അല്ലെങ്കിൽ ശരവണ ഭവാൻ പ്രാർത്ഥിക്കും, സ്കന്ധായ എന്ന് പറഞ്ഞാൽ 108 മന്ത്രങ്ങൾ മുരുകൻ്റെ അതെല്ലാം അറിയാവുന്ന ഒരു സ്കന്ദഷഷ്ടി കവചം നമുക്ക് ചൊല്ലാൻ സാധിക്കും. എല്ലാ ദിവസവും ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ ചൊവ്വാഴ്ചകൾ തോറും നമ്മൾ ചെയ്താൽ, അല്ലെങ്കിൽ ചൊവ്വയും വെള്ളി ദിവസങ്ങളിൽ ചെയ്താൽ, ചൊവ്വ വെള്ളി ഞായർ ദിവസങ്ങളിൽ ചെയ്താൽ അത് നമുക്ക് വളരെയധികം ഗുണകരമായിട്ട് മാറും. ജീവിതത്തിൽ ഉണ്ടാകുന്ന മാറ്റം നമുക്ക് നമ്മുടെ കൺമുമ്പിൽ കാണാൻ സാധിക്കും. കാരണം മുരുകൻ എന്ന് പറയുന്ന കാലഘട്ടത്തിൻ്റെ ദൈവമാണ്. ഈ മുരുക യുഗം പറഞ്ഞു എന്നാണ് എല്ലാവരും പറയുന്നത്. മുരുകൻ്റെ കാലഘട്ടം ആരംഭിച്ചു കഴിഞ്ഞു. ആ മുരുകനെ പ്രാർത്ഥിച്ചാൽ നമുക്ക് എല്ലാ തരത്തിലുള്ള ദുരിതങ്ങളിൽ നിന്നും മോചനം നേടാൻ സാധിക്കും. അതായത് ലോകത്തുറങ്ങാത്ത ഒരേ ഒരു ദൈവം മുരുകൻ മാത്രം. കാരണം ദേവസേനാപതിയാണ്. ദേവന്മാരുടെ സേനാപതി മുരുകനും ദേവിമാരുടെ സേനാപതി വാരാഹി മാതാവും. ദേവസേനാപതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുരുകനാണ്. ആ മുരുകൻ ഉറങ്ങുന്നില്ല, കണ്ണടക്കി ഒരു കണ്ണ് ചിമ്മാതെ നമ്മളെപ്പോഴും രക്ഷിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അങ്ങനെയുള്ള മുരുകനെ നമ്മൾ പ്രാർത്ഥിക്കുന്നത് വഴി നമുക്ക് എല്ലാ തരത്തിലുള്ള പ്രതിസന്ധികളും ഇവൻ നമുക്ക് ഒരിക്കലും കടന്നു പോകാൻ സാധിക്കില്ല എന്ന് കരുതുന്ന അവസ്ഥ പോലും നമുക്ക് കടത്തിക്കൊണ്ടുവരും. അരുണഗിരിനാഥൻ എന്ന് പറഞ്ഞിട്ട് മുരുകൻ്റെ വലിയൊരു ഭക്തനുണ്ടായിരുന്നു. അദ്ദേഹത്തോട് ഇങ്ങനെ ആകെ പ്രതിസന്ധിയിലായപ്പോൾ മുരുകൻ അദ്ദേഹത്തോട് പറഞ്ഞൊരു വാദമുണ്ട്. അദ്ദേഹം അണ്ണാമല എന്ന് പറഞ്ഞ സ്ഥലത്ത് വെച്ചിട്ടാണ് മുരുകനെ നേരിട്ട് കാണുന്നത്. മുരുകനെ കാണാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ഭുതം ആർക്കും കാണാൻ പറ്റും. നമ്മുടെ പ്രാർത്ഥനയുടെ അടിസ്ഥാനത്തിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ചട്ടമ്പി സ്വാമികൾ എന്ന് പറഞ്ഞു. ചട്ടമ്പി സ്വാമിയുടെ 3ാമത്തെ ശിഷ്യനുണ്ടായിരുന്നു തീർത്ഥപാദ സ്വാമി എന്ന് പറഞ്ഞു. അദ്ദേഹം മന്നത്ത് സുബ്രഹ്മണ്യ സ്വാമിയുണ്ട്, വലിയ അമ്പലം എന്ന് പറഞ്ഞു. അവിടെ ഇരുന്ന് 41 ദിവസം പ്രാർത്ഥിച്ച് 41ാമത്തെ ദിവസം ദർശനം കൊടുത്തു എന്ന് അദ്ദേഹത്തിൻ്റെ ബുക്കിൽ അദ്ദേഹം തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള ദൈവമാണ്. നമുക്ക് വിളിച്ചാൽ വെളിപ്പുറത്ത് വരും, കാണണം എന്ന് വിചാരിച്ചാൽ കാണാൻ പറ്റും. അങ്ങനെ അനുഭവമുള്ള ദൈവമാണ്. ആ ദേവൻ ഉറങ്ങാതെ സർവ്വതാ നമ്മുടെ ദേവസേനാപതി എന്നുള്ള നിലയിൽ കാത്തു രക്ഷിക്കുകയാണ്. അദ്ദേഹത്തിന് ഇപ്പം നമുക്കറിയാം മറ്റു പല കൂട്ടായ്മകളും ഉണ്ട്. ഭാഗവതത്തിലുണ്ട്, നാരായണീയമുണ്ട്, രാമായണ പാരായണമുണ്ട്, അയ്യപ്പ സംഘങ്ങളുണ്ട്. പക്ഷെ മുരുകൻ്റെ ഭക്തരുടെ ഒരു കൂട്ടായ്മ നമുക്കുണ്ടായി. അങ്ങനെ ആരംഭിച്ച മുരുക ഭക്തരുടെ കൂട്ടായ്മയാണ് വൈശാഖം ശ്രീ മുരുക ഭക്തജന സംഘം എന്ന് പറയുന്നത്. അത് 6 മാസമായിട്ടുള്ള ആരംഭിച്ചിട്ട് അങ്ങനെ പ്രത്യേകിച്ച് നിയമാവലികളോ പണം മുടക്കോ റെസിപ്റ്റോ അല്ലെങ്കിൽ എന്താ പറയുക കൊടിയോ, ഇപ്പോഴാണ് ഒരു കൊടി ഉണ്ടാക്കിയത് പരിപാടിക്ക് വേണ്ടി. നമ്മൾ തന്നെ ഉണ്ടാക്കിയതാണ്, കോഴിയും മയിലും ഒക്കെ കൂടി ചേർന്ന്. അപ്പോൾ ഇങ്ങനെ പിങ്ക് കളർ, ഒരാൾ ഉപയോഗിക്കാത്തൊരു കളറാണ് പിങ്ക് കളർ. അതൊക്കെ ആയിട്ട് നമ്മളൊരു ഉണ്ടാക്കി. അങ്ങനെ ഓരോ പടിപടിയായിട്ട് മുന്നോട്ട് പോവുകയാണ്. അങ്ങനെ മുരുക ഭക്തരുടെ ഒരു കൂട്ടായ്മയിലൂടെ ലോകത്ത് മുഴുവൻ ഒരു മുരുകൻ്റെ വലിയൊരു യുഗപ്പിറവി വന്നിരിക്കുന്നു. അതിന് നമുക്ക് അതിൻ്റെ ഭാഗമാകാൻ നമുക്ക് ഭാഗ്യം കിട്ടി. അതിന് ഇനിയും തുടർന്നുള്ള ദിവസങ്ങളിൽ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളെല്ലാവരും ഇവിടെ പങ്കെടുത്തതിൽ ഭഗവാനോടുള്ള നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഈ ഷൈൻ്റെ അമ്മയുടെ ഭർത്താവ് വലിയ സുബ്രഹ്മണ്യ ഭക്തനായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഇനിഷ്യേറ്റീവിലാണ് ഈ അമ്പലമൊക്കെ ഉണ്ടായത്.
ധാരാളം ഭക്തരെ അദ്ദേഹത്തെ കാണാൻ വേണ്ടി എപ്പോഴും പറയുന്നത് ദിവ്യശുദ്ധിയുള്ള ആളായിരുന്നു. അദ്ദേഹത്തെ ഇവിടെ പ്രതിഷ്ഠിച്ചിട്ടുണ്ട്, ഇവിടെ വെയിലായിട്ട്. മറ്റേ ഇതിൽ അനുഗ്രഹത്തോടുകൂടി നമുക്ക് മുന്നോട്ട് നോക്കാം. അവിടെ വെച്ചാൽ മതി. അത് ബാക്കി നിങ്ങൾ എടുത്ത് നിറച്ചാലും മതി, കുഴപ്പമില്ല. അല്ല, നിങ്ങളവിടെ എടുത്ത് ഒഴിച്ചാൽ മതി. അമ്മ തൊട്ടെന്നോളൂ. താഴെ വയ്ക്കും, കൈ കൊണ്ട് വാങ്ങി ഇറക്കും. 3 കൈ കൊണ്ട് വാങ്ങി ഇറക്കും. അതിന്റെ മുകളിലിടുന്ന 2 സൈഡിലോട്ട് കൊടുക്കാം. ഞാൻ ഓരോന്നായിട്ട് കൊടുത്തോളാം. മനസ്സിൽ ആഗ്രഹിക്കുക നമ്മൾ എന്തൊക്കെയാണ് നടത്തിയിട്ടുണ്ടെങ്കിൽ കേട്ടോ. ഭഗവാനോട് നന്നായിട്ട് പ്രാർത്ഥിക്കുക. പഠിക്കണ കുട്ടിയാണോ നടക്കണേ? അന്നാ ഇപ്പഴത്തെ ആൾക്കാർ ആവശ്യങ്ങളൊക്കെ പ്രാർത്ഥിച്ചോളൂ. പ്രാർത്ഥിച്ചു കേട്ടോ. കഷ്ടപരിശുദ്ധായ നമഃ. സംസ്കൃതായ നമഃ. സുവർണായ നമഃ. സുവർണായ നമഃ. ഇങ്ങനീരവേദം ശൃംഗാരചാരോദയം യായിരം ചതുരം ശ്രീതരം ശ്രീദോഷക്ഷം.
ചെറിയൊരു പുസ്തകമുള്ളൂ. എന്താ പഠിക്കണേ? ഭയങ്കര പഠിത്താ. ഏഴാം ക്ലാസ് ആയിരിക്കും കേട്ടോ. हर हरो हर हर ओम वायुत्सेदसे कद्रुगः संवत्सरो विष्णुवर्णैः नित्यास्तेरुचरास्तवः सुब्रह्मण्योगुं सुब्रह्मण्योगुं सुब्रह्मण्यो जगद्भुवं बहुदोहुदै यदद्भुवं नमस्ते अस्तु विश्वभुवे जगद्भुवोऽधिपति सेनानि मयूरो प्रियषडाननाङ्गारः सञ्जयाः नमस्ते अस्तु सुखावहाय सुब्रह्मण्यो बृहस्पते सुदायस्य पद्मयोनेः यशो बलक्स्वाहा सखाय सप्तपदा अभूम सख्यन्ते गमेयं सख्यात्ते मायोषं शान्ति शान्ति शान्ति. 6-ാം തീയതി മുതൽ 15-ാം തീയതി വരെ ദിവസങ്ങളിലാണ് അതിൻ്റെ ചടങ്ങ് നടക്കുന്നത്. എല്ലാവരും അവിടെ എത്തി ഭഗവാന്റെ കൃപാകടാക്ഷത്തിന് പാത്രകൂടാണ്. പഴനി വേലായുധ സ്വാമിയുടെ കോവിലിൽ നിന്ന് പൂജിച്ചു കൊണ്ടുവന്ന വേലാണത്. അതിന് അനേകം അമ്പലങ്ങളിൽ പോയി സ്ഥിതി ചെയ്തിട്ടുണ്ട്. ഈ വേലയാത്ര ഇപ്പോൾ വന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്കന്ദപുരാണം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പുരാണത്തിൻ്റെ പാരായണം നടക്കുന്നുണ്ട്. വരാൻ പോകുന്ന 6-ാം തീയതി മുതൽ 15-ാം തീയതി വരെയായിട്ട്. സ്കന്ദപുരാണം എന്ന് പറയുന്നത് ഏറ്റവും വലിയ പുരാണങ്ങളിലൊന്നാണ്. 81,000 ശ്ലോകങ്ങളുണ്ട് സ്കന്ദപുരാണത്തിന്. അത് വളരെ ബൃഹത്തായിട്ടുള്ള ഒരു അറിവാണ്, വലിയ അറിവാണ്. നിഗൂഢമായിട്ടുള്ള അനേക അറിവുകൾ അതിൻ്റെ ഉള്ളിലുണ്ട്.
അപ്പോൾ എല്ലാ സുബ്രഹ്മണ്യ സ്വാമിയുടെ പരമാവധി സുബ്രഹ്മണ്യ സ്വാമിയുടെ ക്ഷേത്രങ്ങളിൽ പോയി അവിടെ നിന്നുള്ള അനുഗ്രഹം ഭഗവാന്റെയും ഭക്തജനങ്ങളുടെയും അനുഗ്രഹം മേടിച്ചുള്ള വേലിനെ സാക്ഷിയാക്കിക്കൊണ്ട് അപ്പോൾ അതിന് മുന്നോടിയായിട്ടാണ് ഞങ്ങളിവിടെ വന്നത്. നിങ്ങളുടെ എല്ലാവരുടെയും അനുഗ്രഹവും പ്രാർത്ഥനയും ഉണ്ടാവണം. പിന്നെ ഈ വേല് യുഗം ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മുരുകൻ്റെ ഒരു പ്രഭാവമാണ് ലോകത്തെല്ലായിടത്തും ഉള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു അന്തരീക്ഷം ലോകത്ത് മുഴുവൻ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഇത്തരത്തിലുള്ള മുരുക ഭക്തരുടെ ഒരു കൂട്ടായ്മ വൈശാഖം ശ്രീ മുരുക ഭക്തജന സംഘം എന്ന് പറഞ്ഞിട്ടൊരു ഇത് കഴിഞ്ഞ 6 മാസം ഷഷ്ടി മാത്രം ആണ് ആഘോഷിച്ച് തുടങ്ങിയത്. അപ്പോൾ അതൊരു വലിയ നിലയിലുള്ള ഒരു മൂവ്മെൻ്റായിട്ട് മുരുക ഭക്തരുടെ വേറെ ഒന്നുമില്ല, ജാതിയില്ല, മതമില്ല, രാഷ്ട്രീയമില്ല, ഒന്നുമില്ല. മുരുക ഭക്തരുടെ ഒരു കൂട്ടായ്മയാണ്. പരമാവധി മുരുകൻ്റെ നാമങ്ങൾ ചൊല്ലി ലോകം മുഴുവൻ എത്തിക്കും. മുരുകൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്ത് ദൈവസേനാപതിയാണത്. അതായത് ലോകത്ത് ഉറങ്ങാത്ത ഒറ്റ ദൈവമുള്ളൂ, അത് മുരുകനാണ്. കാരണം മുരുകന് ഉറക്കമില്ല. ദേവന്മാരുടെ സേനാനായകനാണ് മുരുകൻ, ദേവിമാരുടെ വരാഹി ദേവിയാണ്. അപ്പോൾ ദൈവസേനാപതിയായിട്ടുള്ള മുരുകൻ ഉറക്കമില്ലാതെ സദാ സർവദാ നമ്മളെ രക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ആ മുരുകൻ്റെ ഒരു ഭക്തരുടെ ഒരു കൂട്ടായ്മ എന്നുള്ള നിലയിലാണ് പ്രവർത്തിക്കുന്നത്. ആ മുരുകൻ്റെ കാര്യങ്ങൾ ഉൾപ്പെടുന്നതാണ് സ്കന്ദപുരാണം. അതായത് ലോകത്തുള്ള എല്ലാ അറിവുകളും മുരുകൻ്റെ, ലോകത്തുള്ള എല്ലാ അറിവുകളും. അതായത് ഓങ്കാരത്തിൻ്റെ അർത്ഥമാണ് ആദ്യം നമുക്ക് പറഞ്ഞത്. അതായത് ജ്ഞാനം, വിദ്യ എന്ന് പറയുന്നത്. അത് വിദ്യ എന്ന് പറയുന്നത് ബ്രഹ്മം, സത്യം, ജഗത്ത്, മിഥ്യാണ്. അതാണ് അറിവ്, ഓങ്കാരത്തിൻ്റെ അർത്ഥം. ഈ അറിവ് ആത്യന്തികമായി. അവിദ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ജീവിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന അറിവുകളെയെല്ലാം, അതായത് ജ്യോതിഷം, പൂജ, മന്ത്രവാദം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും മറ്റു പണികൾ, ഇതെല്ലാം നമുക്ക് ധനസമ്പാദനത്തിലുള്ളതാണ്. ഇതെല്ലാത്തിൻ്റെയും അധിപതി മുരുകനാണ്. നമ്മുടെ നിത്യജീവിതവുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളിലും മുരുകൻ്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും. അപ്പോൾ നമ്മുടെ ഈ വേലിൻ്റെ മുമ്പിൽ നടത്തുന്ന നമ്മുടെ എല്ലാ പ്രാർത്ഥനകളും മുരുകനിലേക്കാണ് എത്തുന്നത്. ഒരു പ്രതീകമാണിത്. ആത്യന്തികമായിട്ട് ഭഗവാനിലേക്കാണ് എത്തിച്ചേരുന്നത്. ആ പ്രാർത്ഥന സഫലമാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എല്ലാവർക്കും ഈ സമയത്ത് വേണ്ട കാര്യങ്ങൾ ചെയ്യാം. ഇവിടെ 3 തരത്തിലുള്ള പറകൾ ഒരുക്കിയിട്ടുണ്ട്. ഒന്ന് നെൽപ്പറ, നമുക്ക് സാമ്പത്തികമായിട്ടുള്ള അഭിവൃദ്ധി, ഐശ്വര്യം ഇവ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടാണ് നെൽപ്പറ നിറക്കുന്നത്. മറ്റൊന്ന് ചെറുപയറിൻ്റെ പറയാണ്. ചെറുപയർ പറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് രോഗവിമുക്തിക്കും ദുരിത നിവാരണത്തിനും അങ്ങനെയുള്ള നമ്മുടെ മറ്റു ബുദ്ധിമുട്ടുകളൊക്കെ ഒഴിവാക്കാൻ പറ്റും. 3ാമത്തത് മഞ്ഞൾപ്പറ എന്നാണ്. മഞ്ഞൾപ്പറയുടെ ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നല്ല വിവാഹം നടക്കാനും, വിവാഹം പെട്ടെന്ന് നടക്കാനും, കുറേ കാലങ്ങളായിട്ട് വിവാഹ തടസ്സം ഉണ്ടെങ്കിൽ അത് മാറാനും, നല്ല കുടുംബജീവിതം, വിവാഹം കഴിഞ്ഞുകൊണ്ട് മാത്രമായില്ല ഇന്നത്തെ കാലത്ത് പല പല പ്രശ്നങ്ങളാണ്, 2 ദിവസം വഴക്കാവുകയാണ്. അതൊക്കെ മാറി സൗഹൃദപരമായിട്ടുള്ള നിലയിൽ വിവാഹ ജീവിതം ഉണ്ടാവാനും വേണ്ടിയിട്ടുള്ള മഞ്ഞൾപ്പറ നിറയ്ക്കും. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും നിറയ്ക്കാം. ഇതിനങ്ങനെ ഫീസോ ഒന്നും വെച്ചിട്ടില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ദക്ഷിണയായിട്ട് അതിൻ്റെ അകത്ത് ഇടാം. അത് മാത്രമേ ഉള്ളൂ, അല്ലാണ്ട് വേറെ ഒന്നുമില്ല. മറ്റ് സാമ്പത്തികമായിട്ടുള്ള ഒരു കാര്യങ്ങളുമില്ല. അത് കഴിഞ്ഞ് നിങ്ങൾക്ക് എല്ലാവർക്കും വേലുൾപ്പെടെ എല്ലാ പ്രസാദവും നിങ്ങൾക്ക് തരും. അത് നിങ്ങൾക്ക് ഇത് കഴിയാം. എന്തിനാ റെഡിയാക്കി ഇത് പഴനി വേലായുധ സ്വാമി, അതായത് ദണ്ഡായുധപാണി ക്ഷേത്രത്തിൽ പൂജിച്ച വേലാണ്. മരുതമലയിൽ കൊണ്ട് പൂജിച്ചിട്ടുണ്ട്. അന്നത്തെ സുബ്രഹ്മണ്യ സ്വാമിയുടെ അമ്പലത്തിൽ അനേകം സുബ്രഹ്മണ്യ സ്വാമിയുടെ അമ്പലങ്ങളിൽ പൂജിച്ചുകൊണ്ടത്. ഇത് കൊണ്ടുവന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വരുന്ന ജൂൺ 6 മുതൽ 15 വരെ
മന്നത്ത് വെച്ചിട്ട് സ്കന്ദ മഹാപുരാണ നവാഹ യജ്ഞം നടക്കുന്നുണ്ട് 9 ദിവസം. സ്കന്ദപുരാണം പുരാണങ്ങളിൽ ഏറ്റവും വലുത് സ്കന്ദപുരാണം. 89,000 ശ്ലോകങ്ങളുണ്ട്. വളരെ അപൂർവമായിട്ട് അത് നടക്കാറുള്ളൂ പല സ്ഥലങ്ങളിലും. വളരെ സാധാരണ ഭാഗവതം നടക്കുന്ന പോലെ അത്ര കൂടുതൽ നടക്കുന്നില്ല. കാരണം സുബ്രഹ്മണ്യ സ്വാമിയുടെ കൂടുതൽ കാര്യങ്ങൾ പുറന്തോ ഈ അതിൽ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് എല്ലാ അറിവുകളും വിദ്യ അവിദ്യ എന്ന് പറയുന്ന 2 വിധത്തിലുള്ള കാര്യങ്ങൾ നടക്കുന്ന രണ്ടിൻ്റെയും ദേവനാണല്ലോ മുരുകൻ. ഓംകാരം ഉപദേശിച്ചു കൊടുത്താണ്. അതായത് ബ്രഹ്മം സത്യ ജഗത്ത് മിഥ്യ എന്ന് പറയുന്ന ജ്ഞാനം, അതുപോലെ അവിദ്യ, അതുപോലെ അവിദ്യ എന്ന് പറയുന്നുണ്ട്. അതായത് അവിദ്യ എന്ന് പറഞ്ഞാൽ വിവരമില്ലായ്മ എന്നല്ല അർത്ഥം. അവിദ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉപജീവനത്തിനുള്ള വിദ്യകളെയാണ് അവിദ്യ എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ ജ്യോതിഷം, വാസ്തുശാസ്ത്രം, എഞ്ചിനീയറിംഗ്, അതൊക്കെ പഠിച്ചിട്ട് നമുക്ക് പണം സമ്പാദിക്കും. ഭൗതിക ലോകത്ത് ജീവിക്കുന്നതിന് ആവശ്യമായ അറിവുകൾ, അങ്ങനെ എല്ലാ അറിവുകളുടെയും നാഥനാണ് മുരുകൻ, വേലായുധ സ്വാമി, സുബ്രഹ്മണ്യ സ്വാമി. അതേസമയത്ത് തന്നെ ദേവസേനാപതിയാണ്. അതായത് ലോകത്ത് ഉറങ്ങാത്ത ഒരേ ഒരു ദൈവം എന്ന് പറയുന്നത് മുരുകൻ. 24 മണിക്കൂറും ഭക്തരെ രക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. ദേവസേനാപതിയാണ്. എപ്പോഴും ഇങ്ങനെ അലർട്ടായിട്ട് നിൽക്കുകയാണ്. ദേവന്മാരുടെ ദൈവം സുബ്രഹ്മണ്യ സ്വാമി, ദേവിമാരുടെ ദൈവം വരാഹി മാതാവാണെന്നാണ് സങ്കല്പം. അപ്പോൾ ആ ഒരു കൺസെപ്റ്റിൽ നമ്മളിങ്ങനെ അമ്പലങ്ങൾ തോറും സുബ്രഹ്മണ്യ സ്വാമിയുടെ അമ്പലങ്ങൾ തോറും യാത്ര ചെയ്ത് ഭക്തജനങ്ങളുമായിട്ട് ഈ സുബ്രഹ്മണ്യ സ്വാമിയുടെ അനുഗ്രഹം മേടിക്കാൻ പറ്റിയെന്ന് അതോടൊപ്പം തന്നെ ഭക്തരോട് ഈ വിവരങ്ങൾ പറയുക. അതായത് മുരുക ഭക്തരുടെ ഒരു കൂട്ടായ്മ. അതായത് ഇപ്പോൾ ഭാഗവതം, നാരായണി, അങ്ങനെ കൃഷ്ണഭക്തരുടെ കൂട്ടായ്മയുണ്ട്. അയ്യപ്പസ്വാമിക്ക് ശബരിമല കെട്ട് നിറയ്ക്കൽ, ദേശവിളക്കൊക്കെ ഉണ്ട്. രാമായണ മാസം കർക്കിടക മാസത്തിൽ ആഘോഷിക്കുന്നുണ്ട്. വിഷ്ണുവിന് ഭാഗവതം, നാരായണിയും ഇതൊക്കെ നടക്കുന്നുണ്ട്. പക്ഷെ മുരുക ഭക്തരുടെ ഒരു കൂട്ടായ്മ എന്ന് പറയുന്നത് പൊതുവെ കുറവാണ് കേരളത്തിൽ. മുരുക ഭക്തരുടെ ഒരു കൂട്ടായ്മ പ്രത്യേകിച്ച് ഷഷ്ടി ദിവസത്തിൽ അതേപോലെ ചൊവ്വാഴ്ച ദിവസങ്ങളിലൊക്കെ നമ്മുടെ വീടുകളിലോ അല്ലെങ്കിൽ മറ്റു സ്ഥലങ്ങളിലോ ഒക്കെ ഒരുമിച്ചിട്ട് പാരായണം. പ്രധാനമായിട്ടും സ്കന്ദഷഷ്ടി കവചം, ലളിതാ സഹസ്രനാമം പോലെ ഹനുമാൻ ചാലിസ പോലത്തെ ഒരു ശക്തിയുള്ള മന്ത്രമാണ് സ്കന്ദഷഷ്ടി കവചം പോലെ. ആ സ്കന്ദഷഷ്ടിയിലൂടെ പരമാവധി പാരായണം ചെയ്യുക, 108 നാമങ്ങൾ ജപിക്കുക. അങ്ങനെ മുരുകൻ്റെ ഒരു അനുഗ്രഹം എല്ലാവർക്കും കിട്ടും. മുരുകയുഗം പറഞ്ഞു എന്നാണ് പറയുന്നത്. അതിനെക്കുറിച്ച് അനേകം കാര്യങ്ങൾ പറയുന്നത് നെറ്റൊക്കെ അടിച്ച് നോക്കിയതിന് ഇഷ്ടംപോലെ കാര്യങ്ങൾ കിട്ടും. അപ്പോൾ ആ ഒരു മുരുകയുഗത്തിൽ നമ്മളും അതിൻ്റെ ഭാഗമായിട്ട് തീരുക എന്നുള്ള അർത്ഥത്തിലാണ് ഇന്നിപ്പോൾ ഈ സ്കന്ദപുരാണ നവാഹം നടക്കുന്നത്. അതോടൊപ്പം അതിന് മുന്നോടിയായിട്ടാണ് വേലയാത്ര നടക്കുന്നത്. അപ്പോൾ ഇവിടെ എത്തിച്ചേർന്ന് നിങ്ങൾ നൽകിയ ഈ ഭഗവാന്റെ അനുഗ്രഹത്തിനും അതുപോലെ നിങ്ങളുടെയൊക്കെ സാന്നിധ്യത്തിനും പ്രത്യേകം നന്ദി പറയുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ദക്ഷിണമുഖിലെ രൂപം പ്രയാസമരുണ്ട്. അതുകൊണ്ട് വെച്ചാൽ പഠിക്കുന്ന ആൾക്കാരുണ്ടല്ലോ, 2 പേർക്കും ഹര ഹര ഹരഹരോ അമേ ഹരഹരോ ഹരഹര ഹരഹരോ ഹരഹര സ്വാമി ഹരഹരോ ഹരഹര ഇതെല്ലാം കുറിച്ചങ്ങനെ പ്രാർത്ഥിച്ച് വന്നേക്കട്ടാണ്. ജൂൺ 6 മുതൽ പിന്നെ 15 വരെയാണ് ഇത് നടക്കുന്നത്. അപ്പോൾ അതിൽ നവാഹത്തിൽ ഈ സ്കന്ദപുരാണം എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ പുരാണമാണ്. 81,000 ശ്ലോകങ്ങളുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു വളരെ അപൂർവമായിട്ടാണ് നടക്കാറ്. എല്ലാവരും അങ്ങനെ നടത്താറില്ല. അപ്പോൾ മുരുക ഭക്തരുടെ ഒരു കൂട്ടായ്മയുണ്ട്, ശ്രീമുരുക ഭക്തജന സംഘം വൈശാഖം.
പൂജിക്കുന്ന 2 പേരുണ്ടല്ലേ? രണ്ട് ചെറിയ അടുത്ത് ഹര ഹര സ്വാമി ഹര 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 സ്വാമി ഹര ഹര സ്വാമി ഹര 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 ഹരോ ഹര ഹര സ്വാമി ഹര 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 ഹരോ ഹര ഹര സ്വാമി ഹര ഹരോ ഹര 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 ഹരോ ഹര 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 ഹരോ ഹര 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 ഹരോ ഹര ഹര കാർത്തികേയ ഹര ഹരോ ഹര ഹര പറഞ്ഞ അർത്ഥത്തിൽ വലിയ കാര്യമില്ല. അതിന് പൂജിച്ചാണ് കുട്ടികളായിരുന്നു